പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു നീ ഗർഭിണിയല്ല. ഓക്കെ, ഗർഭിണിയല്ല. ആ സംഭവം അങ്ങ് കഴിഞ്ഞു. പക്ഷേ കുറച്ച് മാസം കൂടി കഴിഞ്ഞപ്പോൾ ആൾ പ്രസവിച്ചതോടുകൂടി വീണ്ടും കമ്മിറ്റി കൂടിയിട്ട് ആ പറയുന്ന ലേഡി പാർട്ടി മര്യാദ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു, പാർട്ടി ഗർഭിണിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസവിച്ചു. ഇനിയും ഭരണ തുടർച്ച ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പോയിട്ട് 10 വർഷം കൂടെ നിന്നവർക്ക് ഇപ്പോൾ അതും റിസൾട്ട് വരാൻ 2 ദിവസം മാത്രമുള്ളപ്പോൾ എക്സിറ്റ് പോൾ ഫലം വന്നതിന് തൊട്ട് പിന്നാലെ പോയിട്ട് ഇതുപോലെ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അതായത് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തത് VS ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയത് ഈ പറയുന്ന പിണറായി വിജയനെ ആയിരുന്നു. ഈ കോൺഗ്രസ്സിൽ ഒരു ടോൾ ലീഡർ ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം, ഇല്ലാത്തതിൻ്റെ ആ ഒരു അഭാവം ഉണ്ടോ ശരിക്കും കോൺഗ്രസ്സിൽ? ശരിക്കും നേരത്തെ ഒരു കെ കരുണാകരൻ, നമ്മുടെ AK ആൻ്റണി, ഉമ്മൻചാണ്ടി, ഇവരൊക്കെ ആ ഒരു മത്സരത്തിന് മുമ്പ് തന്നെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ഇവരാകും എന്ന് പ്രതീക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു സംഭവം മുൻനിർത്തിക്കൊണ്ട് കൂടുതലും ചർച്ചകൾ വരുന്നത് അല്ലെങ്കിൽ വലിയൊരു രീതിയിൽ PR നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിനകത്ത് തമ്മിലടിയാണ്. KC വേണുഗോപാലാകോ, ഈ പറയുന്ന VD സതീശനാകോ, രമേശ് ചെന്നിത്തലയാകോ, ഇവർ 3 പേരും കൂടി കസേരയ്ക്ക് അടിയാന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വരും ഏകദേശം ഉറപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം വലിയ രീതിയിൽ അവിടെ നിൽക്കുന്നുണ്ട്. ഫവാസിൻ്റെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഡിസേർവിങ് ആയിട്ടുള്ളത്? ഒന്ന്, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പാർട്ടിയാണ്. സ്വാഭാവികമായിട്ടും അതിലൊരു മൊണോപ്പൊളിക് എന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല. അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അത് അവർ തുറന്ന് പറയുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊരു കേഡർ പാർട്ടിയാണ്. നമുക്ക് എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ടെങ്കിലും മനസ്സിൽ ഒതുക്കുക എന്നല്ലാണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. പിന്നെ പാർട്ടി മീറ്റിങ്ങിൽ പറയാം, ബട്ട് ഇവൻ ദോ അതിന് നമുക്ക് ഒരുപാട് സ്പേസ് കുറവാണ്. ആ ഒരു സാധനം ഉണ്ട് കോൺഗ്രസ്സിൽ, ആ ഒരു ഫ്രീഡം ഉണ്ട് അവർ, അതുകൊണ്ടത് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോൺഗ്രസ് ഭരണത്തിലില്ലാതായിട്ട് ഏകദേശം 10 വർഷത്തോളമായി. ഒരു 10 വർഷത്തെ ഒരു ലോങ് ഗ്യാപ്പ് അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം പല ആൾക്കാരും റിട്ടയർമെൻ്റ് ആയി, കുറേ ആൾക്കാർ മരിച്ചുപോയി. നമ്മുടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി അടക്കമുള്ള ആൾക്കാർ പോയി. അപ്പം നല്ലൊരു ഗ്യാപ്പ് അവിടെ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും പാർട്ടി ഒന്നുമല്ലാതെ കടന്നൊരു പാർട്ടിയാണ്. കാരണം 10 വർഷം ഭരണത്തിലില്ലാണ്ട് കിടക്കുന്നൊരു പാർട്ടിയാണ്. കേന്ദ്രത്തിലാണെങ്കിലും BJP, ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള കേസുകൾ, അങ്ങനെ എന്താ പറയുക, എല്ലാ തലത്തിലും കോൺഗ്രസിന് 1885 നിലവിൽ വന്ന പാർട്ടിയാണ്. ഇപ്പം ഇന്ന് 2026 എത്തുമ്പം ഒരുപാട് വട്ടം പിളർന്നു പോയിട്ടും പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇവരൊക്കെ സപ്പോർട്ടോട് കൂടിയാണ്. അപ്പം കേരളത്തിലോട്ട് വരുമ്പോൾ ഇവർക്ക് നേതാക്കന്മാർ ഒരുപാടുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ഇപ്പം ഇത്ര ആലോചിച്ചാൽ മതി. CPM അല്ലെങ്കിൽ ഇടതുപക്ഷം LDF തോറ്റു എന്ന് വിചാരിക്കുക, അവർക്കുള്ള ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷ നേതാവ് ആരെ എന്നുള്ള സാധനം. അവർക്ക് അവിടെ പേരില്ല. കാരണം സ്വാഭാവികമായിട്ടും ഒരിക്കലും പിണറായി വിജയൻ അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് വരാൻ പോകുന്നില്ല. അവരതിന് കാരണം അയാളെ ആഗ്രഹിക്കുന്നില്ല. കാരണം ജയിക്കുമ്പോൾ രാജാവായിട്ടിരിക്കാൻ തന്നെയുള്ളൂ ആ സാധനം ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു സാധനം. പക്ഷേ കോൺഗ്രസിലോട്ട് വരുമ്പോൾ അങ്ങനെയല്ല, ഒന്നിലധികം നേതാക്കന്മാരുണ്ട്. അത് അവരുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. ആ രീതിയിൽ നമുക്ക് കാണാം. കഴിവുള്ളവരെ കഴിഞ്ഞ ദിവസം PV അൻവർ പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് ഇവിടെ ഒരുപാട് പേരുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ ഫവാസ് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടും ഇവിടെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. മറ്റേ സ്ഥലത്ത് ഇതുപോലെ ഒരാളെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് എനിക്ക് തോന്നുന്നു പണ്ടൊരു ഇതായിട്ട് പഴങ്കഥയായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ലേഡി, ഒരു സഖാത്തി അല്ലെങ്കിൽ സഖാവ് ഒരു പീഡന പരാതി കൊടുത്തിട്ട് പാർട്ടി കമ്മിറ്റി കൂടി അങ്ങ് തീരുമാനിക്കുകയാണ്. പാർട്ടി കമ്മിറ്റി കൂടിയിട്ട് പറഞ്ഞു നീ ഗർഭിണിയല്ല. ഓക്കെ, ഗർഭിണിയല്ല. ആ സംഭവം അങ്ങ് കഴിഞ്ഞു. പക്ഷേ കുറച്ച് മാസം കൂടി കഴിഞ്ഞപ്പോൾ ആൾ പ്രസവിച്ചതോടുകൂടി വീണ്ടും കമ്മിറ്റി കൂടിയിട്ട് ആ പറയുന്ന ലേഡി പാർട്ടി മര്യാദ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു, പാർട്ടി ഗർഭിണിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസവിച്ചു. അതിൻ്റെ പേരിൽ അവരുടെ ഇത് പോയി എന്നൊക്കെ നമ്മുടെ ഷാജഹാൻ സാറാണോ ആരോ ഒരു കഥ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുപോലെ അതിൽ പാർട്ടിക്കകത്ത് പോലും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഇപ്പുറത്തേക്ക് ആർക്കും എന്നും പറയാം, അല്ലെങ്കിൽ അവരവരുടെ സ്വാതന്ത്ര്യം കൃത്യമായിട്ടും അഭിപ്രായം പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഉള്ളിടത്തേക്ക് വരുമ്പോഴൊരു വലിയ വ്യത്യാസമാണ് അത് തമ്മിലുള്ളത്. പിന്നെ പ്രതിപക്ഷത്തേക്ക് ഒരിക്കലും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലേക്ക് പിണറായി വിജയൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രി ആയിട്ട് ഇത്രയും നാൾ വിലസിക്കൊണ്ടിരുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവായിട്ട് ഒതുങ്ങില്ല. പക്ഷെ ഇന്നിപ്പോൾ പിണറായി വിജയൻ പോയിട്ട് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് സീനിയർ ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ട് നന്ദി പ്രകാശനമൊക്കെ നടത്തി. ഈ 10 കാലത്തോളം, അതായത് 10 വർഷക്കാലത്തോളം കൂടെ നിന്നതിനും സഹകരിച്ചവർക്കൊക്കെ നന്ദി പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ടും ഒരു ട്രീറ്റ് പോലെയൊക്കെ നടത്തി കൃത്യമായിട്ടും ഇറങ്ങിയിട്ടുണ്ട്. അതൊരു യാത്ര പറച്ചിലായിട്ട് കരുതണോ എന്നുള്ളത് വേറൊരു ചോദ്യം. അതായത് ഇനിയും ഭരണ തുടർച്ച ഉറപ്പിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഇപ്പോൾ പോയിട്ട് 10 വർഷം കൂടെ നിന്നവർക്ക് ഇപ്പോൾ അതും റിസൾട്ട് വരാൻ 2 ദിവസം മാത്രമുള്ളപ്പോൾ എക്സിറ്റ് പോൾ ഫലം വന്നതിന് തൊട്ട് പിന്നാലെ പോയിട്ട് ഇതുപോലെ ഒരു വിടവാങ്ങൽ പ്രസംഗം നടത്തേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ അവർ തോൽവി ഉറപ്പിച്ച് കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിൽ നിന്ന്
ഈ പറയുന്ന പിണറായി വിജയൻ്റെ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അദ്ദേഹം പോയി എന്തായാലും വിടവാങ്ങൽ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സെൻഡ് ഓഫ് പാർട്ടിയും കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്ന ഒരാൾ അപ്പോൾ പ്രതിപക്ഷത്തായിരിക്കുമല്ലോ ഇവർ വരേണ്ടത്. പ്രതിപക്ഷ നേതാവ് ഇക്കൂട്ടത്തിൽ ആരായിരിക്കും എന്നൊരു ചർച്ച അതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം. ഇപ്പുറത്ത് മുഖ്യമന്ത്രി ആവാനുള്ള ആൾക്കാർ കുപ്പായം തയ്പ്പിക്കുന്നു അല്ലെങ്കിൽ അടിപിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് PR ഇറക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നുള്ളതാണ് ജനങ്ങൾ അതിലും കൂടുതൽ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്തായാലും പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരിക്കും എന്ന് വിചാരിക്കാൻ പറ്റില്ല. അപ്പോൾ മരുമകൻ റിയാസ് ആയിരിക്കാം ചിലപ്പോൾ ആ സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത്. എന്തായാലും ഇവിടെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഇപ്പോൾ ആര് കോൺഗ്രസ്സിൽ വരണം, ആരാണ് ഡിസർവിങ് ആയിട്ടുള്ളതെന്ന് ഞാൻ ഫവാസിൻ്റെ അടുത്ത് ചോദിച്ചത്. ഈ പറയുന്ന 3 പേരിൽ ആർക്ക് ഈ ഒരു സ്ഥാനത്തേക്ക് ആര് വരണം എന്നാണ് ഫവാസിന് തോന്നുന്നത്? ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 3 പേർക്കും അവരുടേതായ സംഭവങ്ങൾ തെളിയിച്ചു കൊടുത്തതാണ്. ഇപ്പോൾ കേന്ദ്ര തലത്തിൽ ദേശീയ തലത്തിൽ പാർട്ടിയെ ചലിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച നേതാവാണ് ഈ പറഞ്ഞ പോലെ KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാൽ കാണിച്ചു കൊടുത്തതാണ് ആ സാധനം എങ്ങനെ പാർട്ടിയെ ചലിപ്പിക്കണം എന്നുള്ളത്. മറുവശത്ത് നോക്കുമ്പോൾ നമുക്ക് രമേശ് ചെന്നിത്തല ഉണ്ട്. പാർട്ടി പിളർന്നു പോയ പാർട്ടിയെ, ഒന്നും അല്ലാതെ നടന്ന പാർട്ടിയെ പണ്ട് ഒരുമിച്ച് കൂട്ടി കോൺഗ്രസ് ആക്കിയ നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ഇപ്പുറത്ത് VD സതീശൻ നോക്കുമ്പോൾ 10 വർഷമായിട്ട് ഒന്നും അല്ലാതെ കടന്നൊരു പാർട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് ഇനി ചലിക്കാൻ പറ്റാത്ത രീതിയിൽ കടന്നൊരു പാർട്ടി. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചോളം 5 വർഷം കൂടുമ്പോൾ ഭരണം മാറുന്നൊരു സമ്പ്രദായം നമുക്കുള്ളത്. അതിൽ നിന്ന് വിഭജനമായിട്ട് എന്താ പറയുക 10 വർഷത്തോളം ഒരു ഒപ്പോസിഷനിൽ നിൽക്കേണ്ടി വന്നു. അപ്പം പാർട്ടി അണികൾ പാർട്ടി വിട്ട് പോകുമോ എന്നുള്ളൊരു സംശയ ഭാഗത്ത് നിൽക്കുന്നു. BJP ആയിട്ട് ആകെ പിളർന്നു പോകുമോ എന്നുള്ളൊരു സംഭവം നിൽക്കുമ്പോൾ അവിടുന്ന് ഏറ്റെടുത്തൊരു ആളാണ് സതീശൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടുന്ന് ഇവിടം വരെ എത്തിച്ചത് സതീശൻ തന്നെയാണ്. സതീശൻ്റെ ഒരു മിടുക്ക് മാത്രം കൊണ്ടാണ് അത് ഇവിടം വരെ എത്തിയത്. സോ ഇറ്റ്സ് എ ഹാർഡ്ലി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. ആരായിരിക്കും എന്നുള്ളത് സാധനം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റേതായിരുന്നു. ഇപ്പം എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാൻ പോകുന്ന ഉത്തരം അത് സതീശനായിരിക്കണം എന്നുള്ളൊരു സാധനം എനിക്ക് പറയാനുള്ളൂ. അത് ഇപ്പം എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ എല്ലാവർക്കും അതിൻ്റേതായ കഴിവുള്ളവരാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ സാമുദായിക സന്തുലിതാവസ്ഥ നോക്കുമ്പോൾ അതിൽ കുറച്ച് വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം വെള്ളാപ്പള്ളി SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ അടിക്കടി ഈ മുസ്ലിം പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതിനെതിരെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുന്ന ഒരേ ഒരാൾ ഇപ്പം ചെന്നിത്തല എന്ന് പറയുമ്പോൾ ആ വിഷയത്തിൽ സൈലന്റ് കീപ്പ് ചെയ്യുന്ന ആളാണ്. ഇപ്പുറത്ത് KC വേണുഗോപാൽ സൈലന്റ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് 2 പേർക്കും സപ്പോർട്ടായിട്ടാണ് വെള്ളാപ്പള്ളി എപ്പോഴും പറയാറുള്ളത്, എപ്പോഴും പറഞ്ഞിട്ടുള്ളതും അങ്ങനെയാണ്. സതീശനെതിരെ മാത്രമേ ഉള്ളൂ വെള്ളാപ്പള്ളി പറഞ്ഞിട്ട് 100 കടക്കില്ല, അതിൻ്റെ പേരിലാണ് 100 കടക്കും സതീശൻ പറഞ്ഞതും, അല്ലെങ്കിൽ വനവാസത്തിന് പോകുന്നുള്ള സാധനം പറഞ്ഞതൊക്കെ. അപ്പം ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഏറ്റെടുത്തത് ഈ പറഞ്ഞ പോലെ ആർക്കെതിരെയാണെങ്കിലും അത് സതീശൻ വെറുതെ പറയുന്നതായിട്ട് നമുക്ക് കരുതാൻ പറ്റില്ല. സതീശൻ ഇതിന് മുന്നേ നടത്തിയ പ്രവചനങ്ങളൊക്കെ മാധ്യമങ്ങൾ ആദ്യം ചിരിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് സതീശൻ്റെ പ്രവചനങ്ങൾ അധികമൊന്നും തെറ്റിയിട്ടില്ല. പാലക്കാട് പറഞ്ഞത്, പിന്നെ നമ്മുടെ ചാണ്ടി ഉമ്മൻ നിന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടിയേക്കാളും വലിയ ഭൂരിപക്ഷത്തോടു കൂടി അദ്ദേഹം വരും എന്ന് പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 33% മാക്സിമം കിട്ടിയിട്ടുള്ളത്. 35 കടക്കും എന്ന് പറഞ്ഞെടുത്ത് വലിയൊരു വിസ്മയം നടക്കും എന്നാണ് അന്ന് സതീശൻ പറഞ്ഞത്. അപ്പോഴൊക്കെ നമ്മളിതെന്താ വിസ്മയം നോക്കിയിരുന്നെങ്കിൽ 37% കൂടിയിട്ടാണ് 37% ഭൂരിപക്ഷ 37% അല്ല 37,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അദ്ദേഹം ജയിച്ചത്. അതുപോലെ തന്നെ ഇവിടെ തൃക്കാക്കരയിൽ പറഞ്ഞതും സതീശൻ്റെ പ്രവചനം കൃത്യമായിരുന്നു. അവിടെ പാലക്കാട് നടന്നതും അതേപോലെ തന്നെയായിരുന്നു. അപ്പോൾ സതീശൻ ഇതിനു മുമ്പ് പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സതീശൻ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ നടന്നിട്ടുണ്ട്. സതീശന് നമ്മൾ ഇപ്പോൾ 100 കടക്കും എന്ന് പറയുമ്പോൾ ചിരിക്കുന്നവരൊക്കെ ഈ പഴയ കാര്യങ്ങൾ കൂടി എടുത്ത് നോക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. സതീശൻ എന്തെങ്കിലും ഒന്ന് കൃത്യമായിട്ട് അറിയാതെ അദ്ദേഹം ഇത്രയും വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ വനവാസത്തിന് പോകും എന്നുള്ളൊരു കാര്യം അത്രയും കോൺഫിഡൻസ് ആണത്. ആ കോൺഫിഡൻസിന് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒന്നും അല്ലാണ്ടിരുന്നൊരു സമയത്ത് ഇപ്പോൾ RC പ്രതിപക്ഷ നേതാവായിരുന്ന സമയം മോശം എന്നല്ല പറയുന്നത്, പക്ഷേ RC ആ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇവിടെ നിന്നൊരു ശബ്ദം ഉയരുമ്പോൾ അടുത്ത തെളിവ് നിരത്തിക്കൊണ്ട് അതൊക്കെ വളരെ രസകരമായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ടോം ആൻഡ് ജെറി ഗെയിം പോലെ നല്ല രസകരമായിട്ടായിരുന്നു അവരുടെ ഇപ്പോൾ RC കൊണ്ടുവരുന്ന ഒരു തെളിവ് പുറത്ത് വിടുന്നു, അപ്പോൾ അതങ്ങനെയല്ല എന്ന് CPMൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു, അപ്പോൾ അടുത്ത തെളിവ് കൊണ്ടുവരുന്നു. അങ്ങനെ കൃത്യമായിട്ടും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓക്കെ ആയിരുന്നു. പക്ഷേ സതീശൻ വന്ന് കഴിഞ്ഞിട്ടുള്ളൊരു മാറ്റം ഭയങ്കരമായിരുന്നു. രണ്ടാം പിണറായി മന്ത്രിസഭ കൂടി വന്നു കഴിഞ്ഞപ്പോൾ സതീശൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള ഈ ഉറച്ച തീരുമാനങ്ങളായിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും പല വിഷയങ്ങളിലും ശരിക്കും ഒരു മാതൃകയായിരുന്നു. ഇപ്പോൾ പുനർജനിക്കെതിരെയൊക്കെ ഒരുപാട് അലിഗേഷൻസ് വന്നെങ്കിലും ഈ പറവൂര് ചെന്ന് നോക്കിയാൽ നമുക്കറിയാം ഈ 2-3 മാസം കൊണ്ട് എത്ര വീടുകൾ അദ്ദേഹം പുനർജനി പദ്ധതി കൂടി വീട് കിട്ടിയവരുടെ ഒരു സംഗമം തന്നെ നടന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പോൾ എല്ലാം കൊണ്ടും VD സതീശൻ എന്ന് പറയുന്ന ഒരു ശബ്ദം കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് സ്ട്രോങ് ആയിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന് ഇപ്പോൾ ഒരു ജീവൻ കൊടുത്തിരിക്കുന്നത്
വി ഡി സതീശൻ്റെ പങ്ക്, നമ്മളിപ്പോൾ ഇത്രയും നന്നായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇപ്പോൾ ഒരു മെയിൻ പ്ലെയറെ അവസാനം വന്നിട്ട് തട്ടി മാറ്റുന്നത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നില്ല. പിന്നെ കെ സിയുടെ കാര്യം എടുത്ത് നോക്കിയാലും കെ സി ഈ ദേശീയ ഇതിൽ കേന്ദ്രത്തിൻ്റെ ഇതിൽ ഇരിക്കുന്ന സമയത്ത് വന്നിരിക്കുന്ന നഷ്ടങ്ങളും കൂടി നോക്കേണ്ട അവിടെ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് അതെ, അവിടെ തോറ്റു. ഒരുപാട് നേതാക്കന്മാർ ഇവിടുന്ന് വിട്ടു, വേറെ പാർട്ടി കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളും ഉണ്ട് അവിടെ. അപ്പം കെ സിയുടെ പോരായ്മകൾ കൂടി നോക്കി സതീശനുമായിട്ട് വിലയിരുത്തുമ്പോൾ ഇവരാരും മോശമെന്നല്ല, പക്ഷെ വി ഡി സതീശൻ കുറച്ചും കൂടി ഡിസേർവിങ് ആണെന്ന് പേഴ്സണലി എനിക്കും തോന്നുന്നു. പിന്നെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എന്തായാലും ഈ പറയുന്നത് പോലെ ഇതിനകത്ത് തമ്മിത്തല്ല എന്ന് പറയുന്നവർ CPM, ഈ കളിയാക്കുന്ന CPMകാർ CPMൻ്റെ ഒരു പഴയ ചരിത്രം കൂടി വെറുതെ ഒന്ന് ഓടിച്ചു നോക്കിക്കഴിഞ്ഞാൽ, കോൺഗ്രസിൻ്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ടുള്ളവരെല്ലാം തന്നെ ഡിസേർവിങ് ആയിട്ടുള്ളവരായിരുന്നു, ജനങ്ങൾ പ്രതീക്ഷിച്ചിട്ടുള്ളവരായിരുന്നു. പക്ഷേ ഇവിടെ CPMൻ്റെ ആദ്യത്തെ മന്ത്രിസഭ 1957 അവിടെ അന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു ആളെന്ന് പറയുന്നത് TV തോമസ് ആയിരുന്നു, മന്ത്രിയായിട്ട് വരും എന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അന്ന് വന്നത് EMS നമ്പൂതിരിപ്പാടാണ് വന്നത്. അത് കഴിഞ്ഞ് 1987 കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും, അതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം തന്നെ. ഗൗരിയമ്മയെ കൊണ്ടുവരും, ഗൗരിയമ്മ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയാകും എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് ജയിച്ച ശേഷം വന്നത് വേറെ ആളാണ്, EK നായനാരാണ് ആ സമയത്ത് വന്നത്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന് 96 അടുത്ത ഇലക്ഷൻ വന്നപ്പോഴത്തേനും അവിടെ VS അച്യുതാനന്ദനെ കാണിച്ചാണ് നമ്മളെ VS അച്യുതാനന്ദൻ പ്രതീക്ഷിച്ചിരുന്നത് CPMലെ ഒരു വിഭാഗം അദ്ദേഹത്തെ പരാജയപ്പെടുത്തുകയാണ് 96 ചെയ്തത്. എന്നിട്ട് സുശീല ഗോപാലിനെ മുന്നോട്ട് വെച്ചു. പക്ഷേ സുശീല ഗോപാലിനെ VS വെട്ടി. മറുപക്ഷത്തുണ്ടായിരുന്ന തെരഞ്ഞെടുപ്പിൽ പിന്നെ EK നായനാരെ തന്നെ VS അച്യുതാനന്ദൻ വീണ്ടും മുഖ്യമന്ത്രിയാക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് 2006 സംഭവിച്ചതും പിണറായി വിജയൻ VS അച്യുതാനന്ദൻ്റെ സീറ്റ് നിഷേധിച്ചു. അങ്ങനെ എല്ലായിടത്തും കുതികാൽവെട്ടും കാര്യങ്ങളും മാത്രമാണ് നടന്നിട്ടുള്ളത്. 2011 ഇതേ നാടകം തന്നെ ആവർത്തിച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്ന 2016 VSനെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പ് നേരിട്ടത് പോലും അവർ. അതായത് നമ്മൾ ആമസോണിൽ ഓർഡർ ചെയ്തത് VSനെ ആയിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയത് ഈ പറയുന്ന പിണറായി വിജയനെ ആയിരുന്നു. അപ്പോൾ ജനങ്ങൾ ഈ പറയുന്ന CPMൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച ഒരു തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ ആഗ്രഹിച്ച നേതാക്കൾ അല്ലെങ്കിൽ ആഗ്രഹിച്ച മുഖ്യമന്ത്രിയെ CPMന് ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. പലപ്പോഴും വേറൊന്ന് കാണിച്ച് വേറൊരാളെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം CPMൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇപ്പം CPMൻ്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ അവർ ഭരിക്കുമ്പം, ഇപ്പം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ അവരെ പാർട്ടി കൊണ്ടു നടക്കുന്നത് VS ആയിരുന്നു. അപ്പോൾ പിണറായി വിജയൻ എന്ത് കാര്യങ്ങൾ തെറ്റായി ചെയ്താലും അതിനെതിരെ പാർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സാധനങ്ങൾ പൊന്താറുണ്ട് പിണറായി വിജയനെതിരെ. പക്ഷേ ഈ കുറച്ച് കാലങ്ങളായിട്ട് ഇതൊരു ഹൈജാക്ക് ചെയ്ത പോലെയാണ്. പാർട്ടി സെക്രട്ടറി സെൻട്രലിലേക്കായി. ഇപ്പോൾ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയിലോട്ട് പാർട്ടി മൊത്തം കോൺസെൻട്രേറ്റ് ചെയ്തപ്പെടും. അപ്പുറത്ത് പാർട്ടി സെക്രട്ടറി ഉണ്ട്, ഗോവിന്ദനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഇയാൾ നോമിനേറ്റ് ചെയ്ത ഒരാളെന്നുള്ള നിലക്ക് മാത്രമാണ്. പ്രത്യേകിച്ച് അവിടെ വോയിസ് ഇല്ല, എല്ലാ കാര്യങ്ങളും ഫൈനൽ ഡിസിഷൻ ഈസ് കമ്മിങ് ഫ്രം പിണറായി വിജയൻ സോൾ. സോ ആ ഒരു രീതിയിലോട്ട് പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഏകോപിച്ചു പോയി. അപ്പോൾ ആ ഒരു മൊണോപ്പൊളി ആ സാധനം കിടക്കുന്നത് പാർട്ടി പതിയെ ഇല്ലാണ്ടാവുന്നത്. ഒരിക്കലും CPM കേരളത്തിൽ ഇല്ലാണ്ടാവാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. CPM അവിടെ നിലനിൽക്കണം. കാരണം ഒരു പരിധി വരെ മതേതരത്തിൽ നിൽക്കുന്നതിൽ CPMനും കോൺഗ്രസിനെ കൂടെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാർട്ടി ഇല്ലാണ്ടായി കഴിഞ്ഞാൽ വരുന്ന കാലത്ത് ഇത് എങ്ങനെയായിരിക്കും കേരളം എന്ന് പറഞ്ഞൊരു കൊച്ചു സംസ്ഥാനം എന്നുള്ളത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. അപ്പോൾ പാർട്ടി അവിടെ വേണം. പക്ഷേ പറഞ്ഞ പോലെ ഒരു പാർട്ടി ഒരാളേക്ക് എന്താ പറയുക കോൺസെൻട്രേറ്റ് ചെയ്യുക, ചുരുങ്ങിപ്പോയി. അതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതിന്ന് ഈ ഒരു തോൽവിയിലൂടെ അത് മാറും എന്നുള്ളത് നമുക്ക് കാണാം. പല പാർട്ടി ആൾക്കാരും ഈ പറഞ്ഞ പോലെ പലയിടത്തും പോരാൻ. ഇപ്പം VSൻ്റെ വിശ്വസ്തനാണ് മലമ്പുഴയിൽ മത്സരിക്കുന്നത്. സെയിം അവസ്ഥ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ണൂരിൻ്റെ പല ഭാഗങ്ങളിലും എടുത്തു കഴിഞ്ഞാലും. അതുപോലെ തന്നെ ഇപ്പം പാലക്കാട് തന്നെ ഷൊർണൂർ PK ശശി മുൻ MLA ആയിരുന്നു, അവരുടെ വളരെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അദ്ദേഹം പാർട്ടി മാറുന്നു. ഇപ്പോൾ UDF മുന്നണിയായിട്ട് ബന്ധപ്പെട്ട് ഒറ്റപ്പാലത്ത് മത്സരിക്കുന്നു. അപ്പം പാർട്ടി ഒരാളേക്കത് കേന്ദ്രീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്ര വലിയ പിളർപ്പിലോട്ട് പാർട്ടി പോയതും. ഇനിയും ഈ പാർട്ടി ഇയാളുടെ കീഴിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഏകീകൃത വ്യക്തിയിലോട്ട് ചുരുങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ തലത്തിലോട്ട് എക്സ്പാൻഡ് ചെയ്യപ്പെടും, പാർട്ടി ഇല്ലാണ്ടാവും. അപ്പം ഒരു പരിധി വരെ ഈ തോൽവി CPMന് അവരെ ഭാവിയിൽ നിലനിൽക്കേണ്ട ഒരു ആവശ്യം കൂടിയാണ് ഈ ഒരു തോൽവി എന്നുള്ളതാണ്.